വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 445, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. ആദ്യമായി ഒരു പ്രോമോയിലോട്ട് പോകും. പ്രോമോൻ്റെ ആദ്യ സീനിൽ തന്നെ സുരേന്ദ്രനും കേശുവും ഇവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. ഒരു റോഡിലൂടെ നടന്നിട്ട് മീനിനെക്കുറിച്ച് സംസാരിച്ച് പോകുന്നുണ്ട്. അതിൽ സുരേന്ദ്രൻ കേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എങ്ങനെ മീനിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ് എന്ന രീതിക്ക് ചോദിക്കുമ്പോൾ കേശു മീനിൻ്റെ വിലയൊക്കെ ഭയങ്കര കൂടുതലാണ് എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ ഭയങ്കര കോൺഫിഡൻസിൽ പറയുന്നുണ്ട്, നീ നോക്കിയോ എങ്ങനെയാണ് മീൻ വാങ്ങിക്കേണ്ടതെന്ന് നോക്കിക്കോ എന്ന രീതിക്ക് രണ്ടുപേരും മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് തന്നെ ശിവാനിയും ദിയും വീടിന് ഉമ്മർത്ത് ഇവരെയും കാത്ത് നിൽക്കുന്നുണ്ടാവും. അതിൽ ശിവാനി ഇവർ വരുന്നത് കണ്ടിട്ട് പറയുന്നത് ചിറ്റപ്പം വരുന്നതെന്ന് പറയും. പക്ഷേ സുരേന്ദ്രൻ രണ്ട് കവിളത്തും കൈ വെച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ശിവാനി പറയുന്നത് കയ്യിൽ മീനില്ലല്ലോ അമ്മ എന്ന രീതിക്ക് പറയുന്നുണ്ട്. വാങ്ങിക്കാൻ പോയ എവിടെ സുരേന്ദ്രനെ ആരോ തല്ലിയിട്ടുണ്ടാവും. അപ്പം ഇതിനെക്കുറിച്ച് വരുമെന്ന് ഇവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ ബാലു തിരിച്ച് സുരേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, തല്ലിയത് അവനെയാണെങ്കിലും തല്ല് കിട്ടിയത് എനിക്കാണ് എന്ന രീതിക്ക് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ നീലു ബാലു ഒരു കത്ത് എഴുതുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ആർക്കാണ് ഇപ്പോൾ കത്ത് എഴുതുന്നത് എന്ന രീതിക്ക്. അപ്പോൾ ബാലു 10 അടി ജോസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കത്തിൽ എന്താ എഴുതിക്കണമെന്ന് വായിക്കുന്നുണ്ട്. പഴയ മുട്ടപ്പാലും ആയിരുന്നെങ്കിൽ ഈ കത്തിന് പകരം അവൻ്റെയൊക്കെ തലയായിരിക്കും എന്ന രീതിക്ക് അവർ കത്ത് എഴുതിയിട്ട് അത് സുരേന്ദ്രൻ്റെ അടുത്തും കേശുവിൻ്റെ അടുത്തും കൊടുത്തു വിടുന്നുണ്ട്. അടുത്ത സീനിൽ ഈ കത്ത് കൊടുക്കാൻ പോയവരെ കാത്തിട്ട് ബാലുവും പിള്ളേരെല്ലാവരും ആ ഒരു ഊഞ്ഞാലിൻ്റെ സൈഡിൽ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രനും കേശുവും കയറി വരുന്നുണ്ട്. അപ്പോൾ ബാലു ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, കത്ത് വായിക്കുമ്പോൾ 10 അടി അന്തം വിടും എന്ന രീതിക്കൊക്കെ ബാലു ഭയങ്കര കോൺഫിഡൻസിലാണ് ഇരിക്കുക. അപ്പോൾ ഇവർ കയറി വരുന്നുണ്ട്. അപ്പോഴും സുരേന്ദ്രൻ കവളിയിൽ കൈ വെച്ചിട്ടായിരിക്കും വരിക. കേശു അച്ചോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വാവ എന്തായി എന്ന രീതിക്ക് ഇവരിങ്ങനെ ആവശ്യത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടി കിട്ടണ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും അടി കിട്ടിയിട്ടായിരിക്കും വരിക. അതോടെ ഈ ഒരു ഫുൾ ലെങ്ത് പ്രോമോ ഉണ്ടായി. ഇതിൻ്റെ ഒരു TV പ്രോമോയിൽ എന്തായിരുന്നു കാണിച്ചെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ആ ഒരു കത്ത് കൊണ്ടേ കൊടുത്തത് 10 അടി ജോസിനായിരിക്കില്ല, അതിൻ്റെ അനിയനായ ഏട്ടനോ അങ്ങനെ ആയാലും 8 അടി ജോസ് എന്നൊരാൾക്കായിരിക്കും കൊണ്ടേ കൊടുത്തിരിക്കുക. അപ്പോൾ ബാലുവിൻ്റെ സുരേന്ദ്രൻ നിൻ്റെ അടുത്ത് 10 അടിക്കല്ലേ കൊടുക്കാൻ പറഞ്ഞ് 8 അടിക്ക് എന്തിനാണ് കൊടുത്ത് എന്ന് പറഞ്ഞ് ചെയ്ത് പറയുന്ന ഒരു ചെറിയൊരു പ്രോമോ കൂടി റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കേശുവും സുരേന്ദ്രനും അവിടെ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമായി അവിടുത്തെ ഒരു ഗുണ്ടയുമായിട്ട് അടിപിടിയായി. ആ ഗുണ്ട സുരേന്ദ്രനിട്ട് 2 അടി അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ബാലു ആരാണെന്ന് അറിയാതെ ആയിരിക്കും അയാൾ സുരേന്ദ്രനെ തല്ലിയെന്ന് പറഞ്ഞിട്ട് ബാലു ഒരു കത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. മുട്ട ബാലു ആയിരുന്നെങ്കിലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആ ഒരു കത്ത് കൊണ്ടേ കൊടുക്കുന്നത് സുരേന്ദ്രൻ ആൾ മാറിയിട്ടുണ്ടാകും. അവിടെ നിന്ന് മടി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ മുട്ട ബാലു ആരാണെന്ന് തെളിയിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. മാത്രമല്ല സുരേന്ദ്രന് മീൻ വാങ്ങിക്കാൻ പോയിട്ട് അടി കിട്ടുന്നതും ബാലു അതിൻ്റെ റിവെഞ്ച് കിട്ടുന്നതും അതിനൊക്കെ ഫുള്ളൊരു ആക്ഷൻ മോഡിലുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. കുറേ നാളെ ഒരു ആക്ഷൻ എപ്പിസോഡൊക്കെ വന്നിട്ട് മൊട്ടബാലുവിൻ്റെ പവറൊക്കെ കാണിച്ചിട്ട് ഇടയ്ക്ക് ജയന്തൻ വന്നിട്ട് മൊട്ടബാലുവിനെ തിരിച്ച് ഗുണ്ടയാക്കി കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചെങ്കിലും അതൊക്കെ എപ്പിസോഡിൻ്റെ അവസാനം തന്നെ പരാജയപ്പെടുകയായിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു മാസ് ആക്ഷൻ സീന് ബാലുവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഒരു ഡയലോഗ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാംകുമാറെ ചീത്ത വിളിച്ചവനെ പ്ലേറ്റ് എടുത്ത് തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മാസ് സീന് ഇതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഒരു ആക്ഷൻ എപ്പിസോഡ് തന്നെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.